ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു പനിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഹാങ് ഓവർ ഒന്ന് മാറാൻ വേണ്ടി മട്ടൻ കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. നേരത്തെ ഒന്നും എനിക്ക് കുക്കിങ്ങിൻ്റെ ABCD പോലും അറിയില്ലായിരുന്നു. ABCD എന്ന് പറഞ്ഞാൽ അത്ര മോശമായിരുന്നു കേട്ടോ. ഒരു ചായ പോലും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് പ്രശാന്തൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് കുക്കിംഗ് ഇത്ര വലിയൊരു ടാസ്ക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതുവഴി പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് മട്ടൻ കറി ഉണ്ടാക്കാം. ഞാൻ ആദ്യം തേങ്ങ ഒന്ന് അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബിരിയാണി പോട്ടാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. ബിരിയാണി പോട്ടെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പാത്രം തന്നെയാണ്. അപ്പം വലിയൊരു പാത്രം എടുക്കുക. നമ്മൾക്കറിയാമല്ലോ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ഏത് പാത്രത്തിലാണെന്ന്. അത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിക്കുക. ഇത് ശരിക്കും ഉപയോഗിക്കാതെ വെച്ച പാത്രമായിരുന്നു. അപ്പോൾ കുറച്ച് എനിക്കത് പെരുമാറ്റം കുറച്ച് മോശമായിരുന്നു ഈ പാത്രം എന്നോട് കാണിച്ചത് കേട്ടോ. വേറൊന്നുമല്ല, അതൊന്ന് ചൂടായപ്പോൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ നടുക്കത്തെ ഭാഗം ഒന്ന് പൊങ്ങി വന്നു, അത്രയേ ഉള്ളൂ. അപ്പം എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രമൊക്കെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത പാത്രത്തിൽ തന്നെ കുക്കിംഗ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ്ങിലോട്ട് തിരിഞ്ഞ് നോക്കാൻ പോലും തോന്നത്തില്ല. ഞാൻ എപ്പോഴും ചിക്കൻ കറി ആണെങ്കിലും ഏത് കറിയാണെങ്കിലും ഗരം മസാല കുറച്ചിടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏലക്കയും ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഇടും കേട്ടോ. ഇപ്പം ഞാൻ അത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ പെരുംജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇത് ചോപ്പറിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്ന ഉള്ളിയാണ്. ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഉള്ളിയാണ്. അപ്പം നല്ല കുനുകുനാന്നരിയണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അങ്ങ് മൂത്ത് ഒരു പരുവായി വരണം. ആ മൂപ്പിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പിടരുത് കേട്ടോ. ഞാൻ എപ്പോഴും ഉപ്പിടുമായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അപ്പയുടെ കൂടെ ഒരു മട്ടൻ കറി ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പ പറഞ്ഞത് അങ്ങനെ ഉപ്പിട്ടിട്ട് പെട്ടെന്ന് ഉള്ളി മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന്. അപ്പോൾ ഉപ്പ് മാക്സിമം ഇടാതിരിക്കുക. നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പണി തീർക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഉപ്പിടണ്ട. ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. അങ്ങനെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും എനിക്കിത് ഇങ്ങനെ അത്രയ്ക്കൊന്നും അറിയാത്തത് കാരണം ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ ഫുഡ് ഉപ്പുമാവായിരുന്നു. അത് ഫ്ലോപ്പായിരുന്നു കേട്ടോ. പക്ഷേ പ്രശാന്തൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എത്ര മോശം ഫുഡ് ഉണ്ടാക്കിയാലും എന്നെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്ത് എന്നെ എൻകറേജ് ചെയ്തത് ഒരാൾ പ്രശാന്തനാണ് കേട്ടോ. ഇന്ന് എനിക്കൊരു 10-15 പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ധൈര്യത്തിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പ്രശാന്തനാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, എന്നെ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. എല്ലാ രീതിയിലും എനിക്ക് സപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ കറിവേപ്പില ഒരു കറിവേപ്പില മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കീറിയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ച് വെക്കുന്നത് കൊണ്ട് ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും കേട്ടോ. സാധാരണ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ച് വെച്ചാൽ കുഴപ്പമില്ല എന്ന്. കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. പക്ഷെ ആ ഒരു ഫ്രഷ് രുചി അങ്ങ് പോകും. അതിൻ്റെ ഒരു മണവും അതിൻ്റെ മണത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ബിരിയാണി ആണെങ്കിലും എപ്പോഴാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ അരച്ചെടുക്കുന്ന പരുവത്തിൽ കുറച്ച് ആവശ്യത്തിന് മാത്രം അരച്ചെടുത്തിട്ട് ഇടുക. ഇവിടെ ഞാൻ 1 സ്പൂണാണ് ഇട്ടേക്കുന്നത്. പിന്നെ നേരത്തെ ചൂടാക്കിയിരിക്കുന്ന ആ മസാല ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ മസാല നമ്മളൊന്ന് ചൂടാക്കിയതാണ്. അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ ഒന്നും കൂടെ ഒന്ന് ചൂടാവുമ്പം അത് കറക്റ്റ് ആ ഗ്രേവി ഉള്ളിലേക്ക് പിടിക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തക്കാളിയും കൂടെ ഇട്ടൊന്ന് വെള്ളം ചെറുതായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പാത്രം എന്നെ ചതിക്കുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയിലെ വെള്ളം തന്നെ ധാരാളമാണ് ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചെടുത്തേക്കുന്ന ആ മിക്സിയിലത്തെ വെള്ളം തന്നെയാണ്. ആ മിക്സി ഞാൻ കഴുകി വെക്കില്ല. എപ്പോഴും ആ മിക്സിയിലെ വെള്ളം ഞാൻ കുറച്ചെടുത്ത് വെക്കും. അതാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രശാന്ത് എപ്പോഴും നമ്മളുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള ആൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനേ തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യമാണ്. അങ്ങനെ ഇതൊരു ഏകദേശം പരുവമാകുമ്പോഴത്തേക്കും ഞാനതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അടച്ച് വെക്കുന്നത് ജസ്റ്റ് നമുക്കൊരു 1 മിനിറ്റോ 2 മിനിറ്റോ അടച്ച് വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാത്രം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുന്നുണ്ട്. അത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതൊരു അടിപൊളിയായിട്ടാണ്. ഇത് ഞാൻ പറയാൻ മറന്നുപോയി.
ശരിക്കും ഇത് ബേ ലീവ്സ് എന്ന് പറയും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും. ഇതിൻ്റെ മരം എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ പപ്പയുടെ അമ്മ വെച്ച മരമാണ്. അതിനകത്ത് നമ്മളിപ്പോൾ വേറൊരു തൈയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വലുതായി. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കറിയിലും, മിക്കവാറും ഉള്ള എല്ലാ കറിയിലും ഞാൻ ഇടും കേട്ടോ. ഈ ഗ്രാമ്പൂ അതൊക്കെ ഇടുന്ന പോലെ തന്നെ. ഇതിന് വല്ലാത്തൊരു ടേസ്റ്റുമാണ്, നല്ലൊരു മണവുമാണ് കേട്ടോ. അപ്പോൾ ബേ ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് കൂട്ടും, നല്ല മണവും വരുത്തും. അപ്പോൾ ഞാൻ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത തേങ്ങയും കൂടെ ഇതിനൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. തേങ്ങാക്കൊത്ത് എത്ര ഇട്ടാലും രുചി കൂടുകയുള്ളൂ. ചിലർക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻറ്റ് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ആ തേങ്ങയിലോട്ടും കൂടെ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ തേങ്ങയൊക്കെ എപ്പോഴും പണ്ടത്തെ കാലത്ത് തേങ്ങ സുലഭമായിരുന്നല്ലോ പണ്ടൊക്കെ. അപ്പോൾ എല്ലാവരും എല്ലാ കറിയിലും തേങ്ങ ഇടുമായിരുന്നു, ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അതൊരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വന്ന് തേങ്ങയുടെ വില കൂടിയത് കൊണ്ടും നമുക്ക് കിട്ടാനുള്ള ഒരു കുറവ് കൊണ്ടും നമ്മൾ ഇടുന്നത് കുറച്ചു. ഞാൻ മട്ടൺ ഞാനൊരു 4 വിസിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചതേ ഉള്ളൂ. ഉപ്പും ഇട്ടിട്ടില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവില്ല എന്ന് അപ്പയും പറയും, പ്രശാന്തൻ്റെ അമ്മയും എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിലോട്ട് ഞാൻ ഈ മട്ടൻ വെള്ളത്തോട് തന്നെ ഞാൻ ചേർക്കുവാണ്. കാരണം പിന്നെ എക്സ്ട്രാ വെള്ളം നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും എക്സ്ട്രാ വെള്ളം ചിക്കനിലാണെങ്കിലും ബീഫിലാണെന്നുണ്ടെങ്കിലും മട്ടണിലാണെന്നുണ്ടെങ്കിലും ഒഴിക്കരുത്. കാരണം അതിനകത്ത് തന്നെ വെള്ളം സ്റ്റീം ചെയ്ത് കഴിയുമ്പം പുറത്തേക്ക് വരും. സ്റ്റീം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ കുക്കറിൽ നമുക്ക് ഒഴിക്കുമ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളമോ 1/4 ഗ്ലാസ് വെള്ളമോ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം, ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാം എന്നുള്ള ധൈര്യത്തിന് വേണ്ടി മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് അടുത്ത് ചേർക്കാൻ പോകുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ. തൈര് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. മട്ടൺ കുറച്ച് എല്ല് കൂടുതലായിരുന്നു ഇതിനകത്ത്. അപ്പം ഞാൻ ഉള്ള ഐറ്റംസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ചിക്കൻ കറിയിലും ബീഫിലൊക്കെ ചേർക്കും, എപ്പോഴും ഒന്നും ചേർക്കില്ല. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ തൈര് ചേർത്തത്. അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. മട്ടൺ ഓൾറെഡി ഇപ്പോൾ വെന്ത് വന്നിട്ടുള്ളത് കാരണം നമുക്ക് ജസ്റ്റ് ആ ഒരു ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെക്കുന്നു എന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ മസാല ഈ മട്ടണിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 2 കറിവേപ്പില, ഊരിയെടുക്കാതെ 2 കറിവേപ്പില അങ്ങനെ ഇടുക. ഈ കറിവേപ്പില ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഒരു കറിയിലിട്ട് കഴിഞ്ഞാലും അത്രത്തോളം ടേസ്റ്റ് കൂടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മട്ടൻ കറി. എല്ലാവരും കഴിച്ചു നോക്കുക. ഞാനും തെന്നും സന്ദീപും കൂടെ അടിപൊളിയായിട്ട് മട്ടൻ കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും മട്ടൻ കറി ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് പറയാൻ മറക്കുന്നില്ല. അപ്പോൾ അതും കൂടെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.